9 മണി വാർത്ത ആദ്യം അമേരിക്കയിലെ ഗുരുതര പ്രതിസന്ധിയിലേക്കാണ്. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണിയും അതോടൊപ്പം തന്നെ VR കാർത്തിക ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ധന അനുമതി ബിൽ പാസാക്കാനാവാതെ വന്നതോടുകൂടിയാണ് അമേരിക്കയിൽ സർക്കാർ പ്രവർത്തനങ്ങൾ സ്തംഭനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം ആണ് പ്രതിസന്ധിക്ക് കാരണം. 5 ലക്ഷത്തോളം പേർ ഇപ്പോൾ അവധിയിലാണ്. ഇവരെ പിരിച്ചുവിടും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. But had nothing to do with him. We could come up and through this whole thing, because I don't know, we'll probably have a shutdown because one of the things they want to do is they want to give incredible Medicare, the Cadillac Medicare to illegal immigrants. And what that does is it keeps them coming into our country, and like they do in California. And no country can afford that. No country. So, it's been an amazing thing. They are shutting it down. We're not shutting it down. We don't want it to shut down because we have the greatest period of time ever. I told you, we have $17 trillion being invested. So the last person that wants it shut down is us now. With that being said, we can do things during the shutdown that are irreversible, that are bad for them and irreversible by them. Like cutting vast numbers of people out, cutting things that they like, cutting programs that they like. And you all know Russell Vought. He's become very popular recently because he can trim the budget to a level that you couldn't do any other way. So they're taking a risk by having a shutdown because of the shutdown, we can do things medically and other ways, including benefits. We can cut large numbers of people out. We don't want to do that, but we don't want fraud, waste, and abuse. And I got it down to 35. And I said, I hope I win the next election because otherwise whoever wins. VR കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, അസാധാരണമായ ഒരു പ്രതിസന്ധി, സർക്കാർ ഷട്ട് ഡൗണിലേക്ക് എന്നതാണ് അവസ്ഥ. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? കടുത്ത രാഷ്ട്രീയ തർക്കം തന്നെയാണ് അമേരിക്കയിൽ ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിൽ പല ഘട്ടങ്ങളിലായി ചർച്ച നടന്നിരുന്നു. ആരോഗ്യ പരിരക്ഷ ബില്ലിലെ വ്യവസ്ഥകൾ അത് പുനഃസ്ഥാപിക്കണമെന്നും നേരത്തെ നിർത്തലാക്കിയവ പുനഃസ്ഥാപിക്കണമെന്നും അടക്കമുള്ള ആവശ്യങ്ങൾ ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വച്ചിരുന്നു. ഇത് റിപ്പബ്ലിക്കൻസ് അംഗീകരിച്ചില്ല. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വളരെ നാളുകളായി തന്നെ അനിവാര്യമായ ഒരു ഷട്ട് ഡൗണിലേക്ക് കാര്യങ്ങൾ പോകും എന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപ് തന്നെ മുൻകൈയെടുത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതായത് ഒരു ധനവിനിയോഗ ബിൽ, ഏതൊരു രാജ്യത്തിൻ്റെയും ധനവിനിയോഗ ബിൽ പാസാക്കിയാൽ മാത്രമേ ആ രാജ്യത്തെ സർക്കാർ സേവനങ്ങളുടെ നടത്താൻ കഴിയുകയുള്ളൂ. അതായത് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുകയുള്ളൂ. സമാനമായ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ US-ലും ഉണ്ടായിരിക്കുന്നത്. US-ൽ ഇത്തരത്തിൽ ധനവിനിയോഗ ബിൽ പാസാക്കുകയും കോൺഗ്രസ് പാസാക്കുകയും അത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയുമാണ് പതിവ്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഒക്ടോബർ 1-നാണ്. 2026 ആദ്യം വരെയുള്ള ചെലവുകൾക്ക് ഏതാണ്ട് 12ഓളം ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇതാണ് രാഷ്ട്രീയ തർക്കത്തെ തുടർന്ന് മുടങ്ങിയത്. സെനറ്റിലാണ് ബില്ല് പാസ്സാകാതെ പോയത്. കാരണം 7 ഡെമോക്രാറ്റിക് അംഗങ്ങളുടെ പിന്തുണ ഇതിന് വേണമായിരുന്നു. എന്നാൽ 2 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ആ തരത്തിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാം മുടങ്ങുന്ന സ്ഥിതിയാണ് അമേരിക്കയിൽ. ലക്ഷക്കണക്കിന് ജീവനക്കാർ നിർബന്ധിത അവധിയിലേക്ക് പോകേണ്ട സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവശ്യ സേവനങ്ങൾ, അത് സൈനികർ അടക്കമുള്ളവരുടെ അവശ്യ സേവനങ്ങൾ അവരും ശമ്പളമില്ലാതെ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം ആരോഗ്യ പരിരക്ഷ നിബന്ധനകളടക്കം പുനഃസ്ഥാപിക്കണമെന്ന് നേരത്തെ ഒബാമ കെയർ എന്ന പേരിൽ ലോകമൊട്ടാകെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ആരോഗ്യ പരിരക്ഷ സേവനങ്ങൾ അമേരിക്കയിലേത്. എന്നാൽ ഈ വർഷം അവസാനത്തോടെ അതിലെ പല വ്യവസ്ഥകളും ഇല്ലാതാകുകയാണ്. ഇത് പുനഃസ്ഥാപിക്കണം, നേരത്തെ നിർത്തലാക്കിയവ, ഒബാമ കെയറിൻ്റെ ഭാഗമായി നിർത്തലാക്കിയവ പുനഃസ്ഥാപിക്കണം എന്നൊരു ആവശ്യമാണ് ഡെമോക്രാറ്റുകൾ ശക്തമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാണ് ട്രംപിൻ്റെ വാദം. അല്പം മുമ്പ് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായത് ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കും. ആ പ്രതിസന്ധി ഒരു രാജ്യത്തിനും താങ്ങാനാകില്ല. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യം നൽകണം എന്ന ആവശ്യമാണ് ഡെമോക്രാറ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് അംഗീകരിക്കാനാകില്ല. പല ഘട്ടങ്ങളിലായി ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയിലൊന്നും തന്നെ ഡെമോക്രാറ്റുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഇത്തരത്തിൽ വലിയ തോതിൽ സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന ഒരു തീരുമാനമെടുത്താൽ കുടിയേറ്റം വർദ്ധിക്കും, അത് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട
വാദം. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഡെമോക്രാറ്റുകൾ തയ്യാറായില്ല. ആവർത്തിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്കുള്ള ഒബാമ കെയർ സബ്സിഡികൾ ഉറപ്പാക്കണം, അതല്ലാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നായിരുന്നു ഡെമോക്രാറ്റുകളുടെ നിലപാട്. എന്തായാലും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാണ്. 2018-ലും 19-ലും ഒക്കെ സമാനമായി 35 ദിവസത്തോളം ഷട്ട്ഡൗണിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അന്നും അവിടെ ട്രംപായിരുന്നു അധികാരത്തിൽ. മെക്സിക്കൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് അന്ന് ഷട്ട്ഡൗണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷേ അപ്പോഴും ഷട്ട്ഡൗണിന് ശേഷം ജീവനക്കാർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ആ കാലയളവിലെ ശമ്പളമൊക്കെ നൽകുമായിരുന്നു. പക്ഷേ ഇത്തവണ ട്രംപ് ഒരു ഭീഷണി കൂടി മുഴക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നിർബന്ധിത അവധിയിലേക്ക് പോകുമ്പോൾ അവരെ പിരിച്ചുവിടുമെന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും വളരെ മോശമാണ് സാഹചര്യം. ഇത് പലതരത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. കോടതികൾ അടച്ചിടും, ഉദ്യാനങ്ങൾ അടച്ചിടും, അത്തരത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും. മാത്രമല്ല വിസ കാര്യങ്ങളടക്കം, വിസ അപേക്ഷകളിലടക്കം തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകും. അത്തരത്തിൽ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം ഓഹരി വിപണിയിലെ അടക്കം ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. കാർത്തിക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു സർക്കാർ സംവിധാനം സ്തംഭനത്തിലേക്ക് പോകുമ്പോൾ അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ജനങ്ങളെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. സജിമോൻ ആന്റണി കൂടി ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. സജിമോൻ ആന്റണി, നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലടക്കം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട്. അത് ഘട്ടം ഘട്ടമായി അദ്ദേഹം നടപ്പിലാക്കുമ്പോൾ അതെല്ലാം കടുത്ത തീരുമാനങ്ങളായി മാറുന്നു എന്നുള്ളതാണല്ലോ ട്രംപ് നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനം. ഇപ്പോഴിതാ ജീവനക്കാർക്ക് അന്ത്യശാസനം കൂടി നൽകുകയാണ് ട്രംപ്. അവധിയിൽ തുടർന്നാൽ പിരിച്ചുവിടേണ്ടി വരും എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിഷയം അമേരിക്കൻ ജനതയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് അമേരിക്കൻ ജനതയിലെ വൈഡ് വെറൈറ്റി ഉള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ എല്ലാവരെയും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇത് അമേരിക്കയിൽ ആദ്യമായിട്ടല്ല ഇതിൻ്റെ ഒരു ക്രൈസിസ് ഡെവലപ്പ് ആകുന്നത്. നമ്മൾ ഹിസ്റ്ററി പുറകോട്ട് നോക്കുകയാണെങ്കിൽ 1995-96 കാലഘട്ടങ്ങളിൽ നമ്മുടെ ബിൽ ക്ലിന്റൺ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2 തവണ ഉണ്ടായി. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം അത് 2 ദിവസവും അല്ലെ 16 ദിവസവും ഒക്കെ ആയിട്ട് നിന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓർക്കണം, ബിൽ ക്ലിന്റന്റെ സമയത്ത് അമേരിക്കയിലെ ഡെഫിഷ്യറ്റ് ഇല്ലായിരുന്നു, സർപ്ലസ് ആയിരുന്നു എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിനുശേഷം ഏകദേശം 6 തവണയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദീർഘകാലഘട്ടത്തിലേക്ക് ഇത് ബാധിച്ചിരിക്കുന്നത് 2017-18 സമയത്താണ്. അന്നും പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു കാരണം അദ്ദേഹവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഭയങ്കര ഒരു യുദ്ധമായിട്ടാണ് വരുന്നത്. കാരണം അതിനു മുമ്പ് വരെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒക്കെ അവർ രണ്ടുപേരും ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിനൊരു മജോറിറ്റി ആയിട്ടുള്ള തീരുമാനമായിട്ട് പൊക്കോണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്യുവർ പാർട്ടിസൺ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ആരും തന്നെ ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വോട്ട് ചെയ്യാറില്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തിരിച്ചു ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. 5 വോട്ടിന്റെ ഡെഫിഷ്യറ്റിലാണ് ഇന്ന് ഇത് തോറ്റുപോയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇനി ഒരു 18 മിനിറ്റൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഷട്ട് ഡൗൺ തുടങ്ങുകയാണ്. അപ്പം കഴിഞ്ഞ തവണ ഇത് ട്രംപിന്റെ സമയത്ത് നടന്നപ്പോൾ 35 ദിവസം ആയി നീണ്ടുപോയി എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പാനിക് ആക്കുന്നത് എന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത്.